വൈദ്യുതി നിരക്ക് വർധനയിൽ അദാനി ബന്ധം ഉന്നയിച്ച് സർക്കാരിനെതിരെ പ്രതിപക്ഷം. കേരളത്തിന്റെ പവർ പർച്ചേസ് ചിത്രത്തിൽ അദാനി ഗ്രൂപ്പിനെ കൊണ്ടുവരാനുള്ള ശ്രമമാണ് നിരക്ക് വർധനയ്ക്ക് കാരണമെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. എന്നാൽ ആരോപണം തള്ളുകയാണ് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. UDF സർക്കാരിന്റെ കാലത്ത് 2016 ഒപ്പുവെച്ച ദീർഘകാല കരാർ ഇടതുപക്ഷ സർക്കാർ റദ്ദാക്കിയത് അദാനി ഗ്രൂപ്പിന് വഴിയൊരുക്കാനെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. കരാർ റദ്ദാക്കിയതിലൂടെ കുറഞ്ഞ വിലയ്ക്ക് വൈദ്യുതി നൽകിയിരുന്ന 2 കമ്പനികളെ ഒഴിവാക്കി. പകരം അദാനിക്ക് കരാർ നൽകിയെന്ന ആരോപണം. കേരളത്തിന്റെ പവർ പർച്ചേസ് ചിത്രത്തിൽ അദാനിക്ക് കടന്നു വരാൻ വേണ്ടിയാണ് ദീർഘകാല കരാർ ഇവർ റദ്ദാക്കിയത്. ഒരുപാട് പദ്ധതികൾ വൈദ്യുതി ബോർഡിൽ കൊണ്ടുവന്നതെല്ലാം അഴിമതി നിറഞ്ഞ പദ്ധതികളായി മാറി. ഇതിന്റെ എല്ലാം പാപഭാരം ചുമക്കേണ്ടി വരുന്നത് സാധാരണക്കാരായ ആളുകളായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. യൂണിറ്റിന് 4 രൂപ 15 പൈസ മുതൽ 4 രൂപ 29 പൈസ വരെയുള്ള ദീർഘകാല കരാറുകൾ റദ്ദാക്കി. പകരം 10 രൂപ 25 പൈസ മുതൽ 14 രൂപ 30 പൈസ വരെ നൽകിയാണ് ഇപ്പോൾ വൈദ്യുതി വാങ്ങുന്നതെന്നാണ് ആരോപണം. കരാർ റദ്ദാക്കിയ റെഗുലേറ്ററി കമ്മീഷനിൽ CPIM അനുഭാവികളാണെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്നു. എന്നാൽ ആരോപണങ്ങൾ തള്ളുകയാണ് വൈദ്യുതി മന്ത്രി. റെഗുലേറ്ററി കമ്മീഷൻ വിധിച്ചതിനെതിരെ 108 പ്രകാരം നമ്മൾ അധികാരം ഉപയോഗിച്ചു, അത് മാറ്റി. പക്ഷേ കമ്പനിക്കാരൻ തരാതെയായി, തരുന്ന സപ്ലൈ ചെയ്തവൻ തരാതെയായി. നിരക്ക് വർധനയിൽ സംസ്ഥാന വ്യാപകമായി പ്രതിപക്ഷ സംഘടനകൾ വിവിധയിടങ്ങളിൽ പ്രതിഷേധം തുടരുകയാണ്. 24 തിരുവനന്തപുരം.